Hey everyone! So, നമ്മുടെ Zero to Hero in Social Science with Aisha നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. So, as per your request, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. That is the rise of nationalism in Europe. Okay, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഇത് ഭയങ്കര ലെങ്തി ആയതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു സെഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലേ. So, let's see the chapter The Rise of Nationalism in Europe in detail and simple with easy examples and pictures, everything provided. Okay, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ യൂറോപ്പിൽ നാഷണലിസം എന്ന ഒരു ഫീലിംഗ് എങ്ങനെയാണ് എമേർജ് ചെയ്തത്, അവരെങ്ങനെയാണ് ഒരു യുണൈറ്റഡ് നാഷൻ ആയിട്ട് മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ബിഫോർ ദിസ് പീരീഡ് യൂറോപ്പിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചെറിയ ഡച്ചീസ്, കിങ്ഡംസ്, പിന്നെ എന്താണ് സിറ്റി സ്റ്റേറ്റ്സ് ഒക്കെ ആയിട്ട് ഓരോ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന ചെറിയ ചെറിയ പീസസ് ആയിട്ടായിരുന്നു യൂറോപ്പ് സ്കാറ്റർ ചെയ്തിരുന്നത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്നിനും ഒരു റൈറ്റ്സ് ഇല്ലായിരുന്നു, അവർക്ക് ഒരു വോയിസും ഇല്ലായിരുന്നു. ആൻഡ് ഓൾസോ അവരുടെ ഇടയിൽ തന്നെ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവാറില്ലേ, യെസ് അവർ കൺട്രി, നമ്മളെല്ലാവരും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാറില്ല, അതുപോലെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു, അവരെല്ലാവരും ഒരു നാഷനിൽ ഉള്ളതാണെന്ന് പോലുള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു. ജസ്റ്റ് ദേ വേർ ദ സബ്ജക്ട്സ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന അതൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് അവരുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നാഷണലിസം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ബേസിക്കലി നാഷണലിസം കൊണ്ട് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് യൂണിറ്റി എങ്ങും പീപ്പിൾ അല്ലെ, ആളുകൾക്കിടയിൽ നമ്മളെല്ലാവരും ഒന്നാണ്, ആ ഒരു വണ്ണസ് ഫീലിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്. അതായത് ഒരേ ഹിസ്റ്ററി, കൾച്ചർ, ലാംഗ്വേജ്, ടെറിറ്ററി ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ഒരു വണ്ണസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി എന്നുള്ള ഒരു ഫീലിംഗിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1789 വരെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചത്, പുതിയ മോഡേൺ നാഷൻ സ്റ്റേറ്റ്സ് ഒക്കെ അവിടെ ഫോം ചെയ്തിരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എല്ലാ റെവല്യൂഷൻസിന്റെയും കിങ് ആയിട്ടുള്ള ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ അവര് ഞാൻ പറഞ്ഞല്ലോ കിങ്ങിന്റെ ഒക്കെ സബ്ജക്ട്സ് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് മനസ്സിലായി ഇനി ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ, നമുക്ക് എന്ത് വേണം, നമ്മളുടേതായിട്ടുള്ള റൈറ്റ്സ് കിട്ടണം, ഫ്രീഡം കിട്ടണം എന്നൊക്കെ തോന്നിയിട്ട് 1789 ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ബൈ ദ എൻഡ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി. അവിടെ അതുവരെ ഭരിച്ചിരുന്ന ആ ഒരു മൊണാർക്കി സിസ്റ്റം എൻഡ് ചെയ്തതോടു കൂടിയാണ് എന്ത് സംഭവിച്ചത്, ഫ്രഞ്ച് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീഡം ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ദേ വോണ്ട് ഫ്രീഡം അല്ലെ, ലിബർട്ടി, എല്ലാവർക്കും ഈക്വാലിറ്റി വേണം, ഫ്രെറ്റേണിറ്റി വേണം എന്നുള്ള ഐഡിയാസ് ഒക്കെ ആയിരുന്നു ആളുകൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അങ്ങനെ ആളുകൾ എല്ലാവരും എന്താന്ന് തുടങ്ങി, ഈ കിങ്ങിന്റെ സബ്ജക്റ്റ് അല്ലാതെ എല്ലാവരും സ്വന്തം നാട്ടിലെ സിറ്റിസൺസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള പുതിയൊരു ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ്, ഒരു ട്രിക്കലർ ഫ്ലാഗ് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ലാ പാട്രി, ദ ഫാദർ ലാൻഡ്, ലേ സിറ്റി ഓൺ ദ സിറ്റീസൺ എന്നുള്ള ഐഡിയാസ് ഒക്കെ ആളുകൾക്കിടയിൽ ഈ ഒരു നാഷണൽ യൂണിറ്റി എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. പിന്നെ അവരുടേതായിട്ടുള്ള അവരുടെ രാജ്യത്തിന്റെ പേരിൽ ഒരു നാഷണൽ ആന്തം അല്ലെ, ജനഗണമനയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നാഷണൽ പ്രൈഡ് മൂവ്മെന്റ് കിട്ടാറില്ല. അപ്പൊ ആ ഒരു ഫീലിംഗ് ഒക്കെ ആളുകൾക്കിടയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഫ്രഞ്ച് ആർമീസ് എന്ത് ചെയ്തു, സ്പ്രെഡ് ദയർ നാഷണലിസം ടു അതർ യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്, ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ നിന്നാണ് ബാക്കിയുള്ള കൺട്രീസിലേക്കും ഈ ഒരു നാഷണലിസം എന്നുള്ള ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ചാപ്റ്റർ ബൈ ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഓക്കെ, സോ അതിനുശേഷമാണ് നമ്മളുടെ ആരുടെ വരവ്, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. യെസ്, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വരവ്. അപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1804 എന്ത് ചെയ്തിരുന്നു, അവിടെയൊക്കെ റൂൾ ചെയ്തിരുന്നു. ലൈക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കുറെ നിയമങ്ങളൊക്കെ ഉള്ള ഒരു ലോ ബുക്ക് തന്നെ നെപ്പോളിയൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് ദ സിവിൽ കോഡ് അല്ലെങ്കിൽ നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നെപ്പോളിയൻ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ നല്ലൊരു റൂളർ ആയിരിക്കും, കുറച്ചുകൂടെ എല്ലാവരും ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു റൂളർ ആയിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇക്വാലിറ്റി ബിഫോർ ലോ വേണം എന്ന് ആവശ്യപ്പെട്ടു. ഈ ഫ്യൂഡൽ സിസ്റ്റം, കിങ് മേലെ ബാക്കിയുള്ളവരെല്ലാവരും അടിമകൾ, അതൊക്കെ നിർത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. ഗിൽഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രേഡിലൊന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവരുത്, ഈ
ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഒരു തോട്ട് വന്നു, ഓക്കെ ഹിയർസ് എ ഗുഡ് ലീഡർ അല്ലെങ്കിൽ ഗുഡ് റൂളർ എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷേ എല്ലാം ഒരൊറ്റയടിക്ക് പോവാണ് ചെയ്തത്. അദ്ദേഹത്തിന് കുറച്ച് നെഗറ്റീവ് സൈഡ്സ് കൂടി ഉണ്ടായിരുന്നു. ഈവൻ ദോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടാക്സേഷൻ ഒക്കെ ആളുകളുടെ മേലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ മിലിറ്ററിയിലേക്ക് എന്ത് ചെയ്തിരുന്നു, ആളുകളെ ഫോഴ്സ് ചെയ്തിരുന്നു. ദർ വാസ് ഫോഴ്സ്ഡ് മിലിറ്ററി സർവീസ് ടു. ഓക്കെ, അപ്പം ഇനീഷ്യൽ സ്റ്റേജിലെ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെൽക്കം ചെയ്തിട്ടുള്ള ആളെ തന്നെ ലേറ്റർ അവർ റിവോൾട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്യൻ പവേഴ്സ്, ദിസ് ഇസ് ദ യൂറോപ്യൻ പവേഴ്സ്, ബാർപ്പ് എന്ന കോഡിലൂടെ നിങ്ങൾ പഠിച്ചാൽ കുറച്ചുകൂടെ ഓർത്തെടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ ആൻഡ് പ്രഷ്യ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1815 ആയപ്പോഴേക്കും നെപ്പോളിയനെ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത് കളിയാണ് ചെയ്തത്. അങ്ങനെ നെപ്പോളിയന്റെ ഡിഫീറ്റിന് ശേഷമാണ് എന്ത് ഫോം ചെയ്തത്, കോൺഗ്രസ് ഓഫ് വിയന്ന നടക്കുന്നത് കേട്ടോ. ഇത് ഹോസ്റ്റ് ചെയ്ത ആളാണ് നമ്മളുടെ ഡ്യൂക്ക് മെറ്റേർണിഷ്. ഓക്കെ, ഓസ്ട്രിയൻ ചാൻസലർ ഡ്യൂക്ക് മെറ്റേർണിഷ് ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഈ ഒരു കോൺഗ്രസ് ഓഫ് വിയന്നയുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ അവരൊരു കൺസർവേറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഫോളോ ചെയ്തത്. അതായത് പണ്ടത്തെ ഓൾഡ് ട്രഡീഷണൽ സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരണം. അതായത് എന്താ പറയുക, പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരണം, പഴയ ഭരണങ്ങൾ വരണം, ആളുകൾ എപ്പോഴും ഈ അടിമകളായിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ബിലീഫ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കൺസർവേറ്റിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദെയർ മെയിൻ എയിം വാസ് ടു റീസ്റ്റോർ ദ ഓൾഡ് മൊനാർക്കി സിസ്റ്റം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഗ്രസ് ഓഫ് വിയന്നയിലൂടെ കൺസർവേറ്റീവ്സ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓൾഡ് മൊനാർക്കി റൂൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിന് അവരുടെ ടെറിട്ടറീസ് ഒക്കെ നഷ്ടമായിട്ടുണ്ട്. മൊനാർക്കീസ് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. എങ്ങനെയോ ആളുകൾ അതൊക്കെ ഒഴിവാക്കി വിട്ടതായിരുന്നു. പക്ഷെ വീണ്ടും എന്ത് സംഭവിച്ചു, മൊനാർക്കി റൂൾ തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ നാഷണലിസം മൊത്തത്തിൽ സപ്രസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ചർച്ച്, മൊനാർക്കി, ആ ഒരു പഴയ രീതിയിൽ തന്നെ ഉണ്ടാവുമല്ലോ, ആ അതോറിറ്റി പിന്നെ സുപ്പീരിയോറിറ്റി എന്നുള്ള സംഭവത്തിന് ഫോളോ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു സംഭവം അങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിഡിൽ ക്ലാസ് പീപ്പിൾ വേദിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ മിഡിൽ ക്ലാസ് പീപ്പിളിന് ഇതൊന്നും ഇഷ്ടമില്ല. അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം, നിയമത്തിന് മുമ്പിൽ ഈക്വാലിറ്റി വേണം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ടു വോട്ട് വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് വേണം, അവർക്ക് മൊത്തത്തിൽ ഒന്ന് ഫ്രീഡം കിട്ടണം എന്നുള്ള ഒരു തോട്ടുമായിട്ട് വന്ന ആൾക്കാരാണ് നമ്മുടെ ലിബറേറ്റഡ്, അതായത് മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇൻ ദ എക്കണോമിക് വേൾഡ് ടു എന്തായിരുന്നു ആളുകൾക്ക് ആവശ്യം, ഫ്രീ ട്രേഡ് ഒക്കെ ആയിരുന്നു ആവശ്യം, റെസ്ട്രിക്ഷൻസ് ഒന്നും അല്ലായിരുന്നു ആവശ്യം. ഓക്കെ, അങ്ങനെ ജർമ്മൻ റീജിയൻസിൽ എന്ത് ചെയ്തു, മെനി സ്റ്റേറ്റ് റിമൂവ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ഫോംഡ് എ കസ്റ്റംസ് യൂണിയൻ. ഓക്കെ, ഈ ഒരു ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു കസ്റ്റംസ് യൂണിയൻ ഇൻ ജർമ്മനിയാണ് ഇത് സോൾവെറിൻ എന്ന് പറയുന്നത്. എന്താണ് സോൾവെറിൻ, ഒരു കസ്റ്റംസ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കസ്റ്റംസ് യൂണിയൻ വന്നപ്പം പീപ്പിളിന് തന്നെ എന്തൊരു ഫീൽ വരികയാണ് ചെയ്തത്, യെസ് നമ്മൾ എക്കണോമിക്കലി ഒരു യുണൈറ്റ് ആയി എന്നുള്ള ആ ഒരു ഫീൽ വന്നു. ബിക്കോസ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ റിമൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഈ ഒരു സോൾവെറിൻ എന്തിനു സഹായിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ യുണൈറ്റഡ് ആവാൻ വേണ്ടിയിട്ട്, ഒരു യൂണിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ യൂണിയൻ എന്തൊക്കെയാണ് ചെയ്തത്, ദിസ് യൂണിയൻ അബോളിഷ് ടാരിഫ് ബാരിയേഴ്സ്, അല്ലെ എല്ലാ ടാക്സസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കറൻസീസ് അന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കറൻസീസ് ഓവർ 30 to 2 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ കറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ റെയിൽവേ നെറ്റ്വർക്ക്സ് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് അതിലൂടെ ട്രേഡ് ഒന്ന് ഇംപ്രൊവൈസ് ചെയ്യാനും ഈ സോൾവെറിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ റെവല്യൂഷൻസിന്റെ ഒരു മേളം തന്നെ പറയാനുള്ളത്. ദാറ്റ് ഈസ് 1830 തുടങ്ങിയിട്ട് നമുക്ക് ഇനി ഒരുപാട് റെവല്യൂഷൻസ് അങ്ങ് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, സോ 1830 റെവല്യൂഷനിൽ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫ്രാൻസിൽ എന്ത് സംഭവിച്ചു, ബോർബൺ മൊണാർക്കിയെ ഓവർത്രോ ചെയ്യാണ് ചെയ്തത്. ഫ്രാൻസ് ബോർബൺ മൊണാർക്കി എന്ത് ചെയ്തു, ഓവർത്രോ ചെയ്തു, ആ ഭരണം പോവുകയാണ് ചെയ്തത്. ആൻഡ് ഓൾസോ ബെൽജിയം എന്ത് ചെയ്തു, ബിക്കെയിം ഇൻഡിപെൻഡന്റ്, നെതർലാൻഡ്സിൽ നിന്ന് അവരുടെ ആ ഒരു കീഴിൽ നിന്ന്, അവരുടെ ആ ഒരു പിടുത്തത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആവാനും 1830 റെവല്യൂഷനിൽ ആർക്ക് സാധിച്ചു, ബെൽജിയത്തിന് സാധിച്ചു. സോ ഈ രണ്ട് സംഭവമാണ് 1830 റെവല്യൂഷനിൽ നടന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള 1848 റെവല്യൂഷനിലാണ്. സോ മിഡിൽ ക്ലാസ് ലെഡ് റെവല്യൂഷൻസ് ഇൻ യൂറോപ്പ് ഇൻ 1848. ഓക്കെ, അപ്പൊ അവരുടെ ഡിമാൻഡ്സ് എന്തായിരുന്നു, മിഡിൽ ക്ലാസ്സുകാർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഫ്രീഡം കിട്ടണം, ലിബർ ആവണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ,
നാഷണൽ യൂണിഫിക്കേഷൻ, ഈ മൊണാർക്കി എൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ്, ഓക്കെ, ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റിൽ എന്ത് ചെയ്തു, ഈ ജർമ്മനിയെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ബട്ട് ഈ ശ്രമം എന്ത് സംഭവിക്കുകയാണ് ചെയ്തത്, ഇറ്റ് ഫെയിൽ ഡ്യൂ ടു ഒപ്പോസിഷൻ ഫ്രം കിങ്സ് ആൻഡ് ആർമി. ഈ ഒരു ശ്രമം അവിടെ പരാജയപ്പെട്ടു. ബിക്കോസ് ഈ കിങ്ങും ആർമിയും ഒക്കെ പവർഫുൾ തന്നെയായിരുന്നു. ഓക്കെ, സ്റ്റിൽ ദേ വർ പവർഫുൾ. അതുകൊണ്ട് അവരുടെ ആ ഒരു ഒപ്പോസിഷൻ കാരണം എന്ത് ചെയ്തു, ഈ ഒരു ശ്രമം അവിടെ നിൽക്കുകയാണ്, അതായത് ഫെയിൽ ആയിട്ട് പോവുകയാണ് ചെയ്തത്. Okay, so next come the important unification, that is Germany unification. ജർമ്മനി എങ്ങനെയാണ് യുണൈറ്റഡ് ആയെന്നല്ലേ. അപ്പൊ ജർമ്മനി യൂണിഫിക്കേഷൻ ലീഡ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഓട്ടോ വോൺ ബിസ്മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഹീ ബിലീവ്ഡ്, അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹം എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ജർമ്മനി ഇങ്ങനെ സ്പീച്ചസിലൂടെ ഒന്നല്ല യുണൈറ്റ് ചെയ്യേണ്ടത്, ബട്ട് ബൈ ബ്ലഡ് ആൻഡ് അയൺ എന്ത് ചെയ്യണം, ആളുകൾ യുണൈറ്റ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. അപ്പം ഈ ഒരു യൂണിഫിക്കേഷന്റെ ഭാഗമായിട്ട് മൂന്ന് കൺട്രീസുമായിട്ടുള്ള യുദ്ധം ഓവർ 7 years നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വിത്ത് ഡെൻമാർക്ക്, ഓസ്ട്രിയ, ഫ്രാൻസ് ഒക്കെ 3 വാർസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി 1871 ജർമ്മനി യൂണിഫൈഡ് ആവുകയും ആ ഒരു ക്രൗൺ അല്ലെ, കിങ് പദവി ആർക്ക് കൊടുക്കുകയും ചെയ്തു, കെയ്സർ വില്യം 1 പുതിയൊരു എംപറർ ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ജർമ്മൻ എംപയർ ബിക്കം എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ നാഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. ഇനി നമുക്ക് ഇറ്റലിയെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. അപ്പൊ ഇറ്റലിയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ആയിട്ടായിരുന്നു അത് ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് നോർത്ത് സൈഡ് നമ്മൾ ഓസ്ട്രിയ ഹാബ്സ്ബർഗ് ആയിരുന്നു റൂൾ ചെയ്തിരുന്നത്, സെൻട്രലായിട്ട് പോപ്പ് ആയിരുന്നു, ആൻഡ് സൗത്ത് റീജിയനിൽ നമ്മൾ ബോർബൺ കിങ്ങിന്റെ ഒരു റൂളിംഗ് ആയിരുന്നു ഇറ്റലിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബിഫോർ ദ യൂണിഫിക്കേഷൻ. ഓക്കെ, സോ ഈ ഒരു യൂണിഫിക്കേഷനിലെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഗെസിപ്പി മെസിനി, കൗണ്ട് കേവർ, ഗെസിപ്പി ഗരിബാൽഡി ഒക്കെ കേട്ടോ. അപ്പൊ ഗെസിപ്പി മെസിനി അദ്ദേഹത്തിന്റെ 2 സീക്രട്ട് സൊസൈറ്റീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യങ് ഇറ്റലിയും യങ് യൂറോപ്പും. ഓക്കെ, യങ് ഇറ്റലി ആൻഡ് യങ് യൂറോപ്പ്. ഓക്കെ, അപ്പൊ ഈ യങ് ഇറ്റലിയുടെ ഈ ഒരു യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിക്ക് ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് തുടക്കം വെച്ചെങ്കിൽ പോലും അത് അൺഫോർച്ചുനേറ്റ്ലി എന്തായി ഫെയിൽ ആയി പോവാണ് ചെയ്തത്. പിന്നെ അവിടെ ഒരു ഡിപ്ലോമാറ്റ് ലീഡർ ആയിട്ടുള്ള കെവർ വന്നിട്ട് ബാക്കിയുള്ള നെസസറി സ്റ്റെപ്സ് ഒക്കെ എടുത്തു. ആൻഡ് ഫൈനലി ദ മിലിറ്ററി ഹീറോ ആയിട്ടുള്ള ഗെസിപ്പി ഗരിബാൽഡിയോട് കൂടിയിട്ടാണ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി പോസിബിൾ ആയത് കേട്ടോ. അങ്ങനെ ഗരിബാൽഡീസ് റെഡ് ഷർട്ട് ആർമി എന്ത് ചെയ്തു, സൗത്ത് ഇറ്റലിയെ കോൺകർ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഫൈനലി 1861 ഇറ്റലി യൂണിഫൈഡ് ആവുകയും വിക്ടർ ഇമാനുവൽ ടു കിങ് ഓഫ് ഇറ്റലി ആയിട്ട് പ്രൊക്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. 1861 അതിനുശേഷം ആരാണ് ലീഡർ ആയിട്ട് വന്നത്, ദാറ്റ് ഈസ് വിക്ടർ ഇമാനുവൽ ടു. അപ്പൊ ഈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നെക്സ്റ്റ് കിങ് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, സോ റോം ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് ഇറ്റലി ഇൻ 1870. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. ഇനി നമുക്ക് നോക്കാനുള്ളത് കേസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. അപ്പൊ ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേഞ്ച് കേസ് എന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്കിയുള്ളത് പോലെ ഒരു റെവല്യൂഷനിലൂടെ ഒന്നല്ല എന്ത് സംഭവിച്ചത്, ഈ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ ഒന്ന് യൂണിഫൈഡ് ആയത്. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. ഇറ്റ് വാസ് ഫോൺ ബൈ പാർലമെന്ററി മീൻസ്, റെവല്യൂഷനിലൂടെ ഒന്നല്ല നടന്നത് കേട്ടോ. അപ്പൊ ആക്ട്സ് ഓഫ് യൂണിയനിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിന്റെ കൂടിയും അങ്ങനെ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഓൾസോ അയർലാൻഡിൽ അവർ എന്ത് ചെയ്തു, ഫോഴ്സ്ഫുള്ളി ഈ ഒരു ബ്രിട്ടനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. മീൻ വൈൽ സെയിങ് നമ്മളെ അയർലാൻഡ് പീപ്പിൾസിന് അല്ലെങ്കിൽ ഐറിഷ് പീപ്പിളിന് ഈ ഒരു ബ്രിട്ടനിലേക്ക് ഫോം ചെയ്യുന്ന കൂടുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ബട്ട് ദിസ് ഈസ് ഹൗ ദ ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് ഫോംഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇതൊന്ന് എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഓൾ റോൾസ് ഹാസ് കൾച്ചർ ഹാസ് ബിൽഡ് ഇൻ ബിൽഡിംഗ് എ നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, സോ റോൾ ഓഫ് കൾച്ചർ ഇൻ ബിൽഡിംഗ് നാഷണലിസ്റ്റ്, എങ്ങനെയാണ് കൾച്ചർ ഈ ഒരു നാഷണലിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചതെന്ന് ചോദിച്ചാൽ, ഇറ്റ് മെയ്ഡ് പീപ്പിൾ ഇമോഷണലി അറ്റാച്ച് ടു ദെയർ നാഷൻ ആൻഡ് ഹെൽപ്പ് സ്പ്രെഡ് നാഷണലിസം വിത്തൗട്ട് ഫൈറ്റിംഗ്. അല്ലെ, ഫൈറ്റ് ചെയ്യാതെ ഇമോഷണലി എന്ത് ചെയ്യാണ് ചെയ്തത്, ക്യാച്ച് ചെയ്യാണ് ചെയ്തത്. അതായത് ഒരുപാട് കാര്യങ്ങളിലൂടെ അവരുടെ കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു, റൊമാൻറ്റിസിസം, പാട്ടുകളിലൂടെ, ഫോക്ക് ടെയിൽസിലൂടെ, ഭാഷയിലൂടെ, നാഷണൽ സിംബിൾസിലൂടെയൊക്കെ ആളുകളുടെ ഇടയിൽ ഫൈറ്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു സ്വന്തം നാഷൻ, എൻ്റെ രാജ്യം എന്നുള്ളൊരു തോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ദിസ് ഈസ് ദ റോൾ ഓഫ് കൾച്ചർ. ഓക്കെ, അപ്പൊ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഫീലിങ്സ് ഓർ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു നാഷനോടുള്ള ലവിനെയാണ്
നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു സംഭവത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അതിലൂടെ ആ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ആളുകളുടെ ഇടയിൽ എമേർജ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. സോ പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രൈസ് ദ ബ്യൂട്ടി ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ കൺട്രി. ഓക്കെ, അപ്പം ആളുകൾക്ക് ഓരോ പോയിംസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കഥകൾ വായിക്കുമ്പോൾ ഒക്കെ യെസ് നമ്മുടെ നാടെന്നുള്ളൊരു ഫീൽ വരണം. നമുക്ക് തന്നെ കേരളത്തിനെ കുറിച്ച് ഈ ശ്യാമസുന്ദര കരകര ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേരളത്തെ കുറിച്ചാണെങ്കിൽ. ഇനി ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാരിജ ഹംസയൊക്കെ കേൾക്കുമ്പോൾ ഒരു പാട്രിയോട്ടിക് സോങ് ഒക്കെ നമ്മളെ വല്ലാതെ അങ്ങ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിയറിങ് അവർ ഹിസ്റ്ററീസ് അല്ലേ, നമ്മൾ ഇന്ത്യൻ്റെ ഹിസ്റ്ററി ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ കഥകളിലൊക്കെ നമ്മുടെ രാജ്യം എന്നുള്ളൊരു ഫീൽ വരാറില്ലേ. അത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ, കുരുക്ഷേത്രമൊക്കെ കാണുമ്പോൾ ഒരുമാതിരി സാധനം നമ്മുടെ ഉള്ളിൽ തിളയ്ക്കാറില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം വരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, ഇങ്ങനെയുള്ള സ്റ്റെപ്സിലൂടെയൊക്കെ ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആളുകൾക്കിടയിൽ എമേർജ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നത് കേട്ടോ. സോ പീപ്പിൾ സ്റ്റാർട്ട് ലവിങ് ദെയർ നാഷൻ ഇമോഷണലി. അങ്ങനെ ആളുകൾ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമോഷണൽ ടേംസിൽ അവരുടെ രാജ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി ഫോക്ക് സോങ്സ് ആൻഡ് ഫോക്ക് ടെയിൽസിന്റെ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ട്രൂ ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് പീപ്പിൾ അല്ലെ, അവിടെയുള്ള ആളുകളുടെ ശരിയായിട്ടുള്ള ജീവിതം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് കൾച്ചർ ഓഫ് ഗ്രീം ബ്രദേഴ്സ് ആൻഡ് ഓൾ. അത് എന്ത് ചെയ്തു, കോമൺ ഐഡന്റിറ്റി, ആളുകൾക്കിടയിൽ ഒരു കോമൺ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, പല ലാംഗ്വേജിന് പകരം എല്ലാവർക്കും ഒരു ലാംഗ്വേജ്, ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് വെച്ചപ്പോൾ എല്ലാവരും യുണൈറ്റ് ആവാൻ വേണ്ടി അത് കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. പീപ്പിൾ പ്രൊട്ടക്റ്റഡ് ദ മദർ ടങ് ഫ്രം ഫോറിൻ റൂളേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾ ഫോറിൻ റൂളേഴ്സിന്റെ ഇടയിൽ നിന്ന് അവരുടെ മദർ ടങ് ലാംഗ്വേജിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് വി കൻ സീ ദാറ്റ് ലാംഗ്വേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു നാഷണൽ ഐഡന്റിറ്റിയെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നാഷണൽ സിംബൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഫീമെയിൽ അലിഗറീസ് ഉണ്ടായിരുന്നു ഇല്ലേ, ഏതൊക്കെയായിരുന്നു, ദാറ്റ് ഫ്രാൻസിലെ മരിയനെ ആൻഡ് ജർമ്മനിയിലെ ജർമാനിയ. അപ്പം ഈ ഒരു ഫീമെയിൽ ഫിഗറിലൂടെ ഒരു നാഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചിരുന്നത്. സോ ദീസ് സിംബൽസ് ഇൻക്രീസ് പ്രൈഡ് ആൻഡ് യൂണിറ്റി. അപ്പോൾ ഈ ഒരു സിംബൽസ് സ്ട്രീറ്റ്സിലും ബാക്കി കറൻസിയിലും എല്ലായിടത്തും കാണുമ്പം ആ ഒരു നാഷൻ എന്ന് പറയുന്ന സാധനം ആളുകൾക്കിടയിൽ വളരെയാണ് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ ബിൽഡിംഗ് നാഷണലിസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്. ഈ നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം എല്ലാം സ്മൂത്ത് ആയിട്ട് പോവാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പീരിയലിസം ആണ് അല്ലേ. അപ്പൊ യൂണിഫിക്കേഷന് ശേഷം എന്ത് സംഭവിച്ചു, നാഷണലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഗ്രസീവ് ആണ് ചെയ്തത്. എല്ലാവർക്കും ഓർഡിനറി ഇൻഡിപെൻഡന്റ് ആവൊക്കെ വേണം, പക്ഷെ അതൊരു അഗ്രസീവ്, ഒരു വയലന്റ് ആയിട്ടുള്ള ഫോമിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഈ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു കൺട്രോളിലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു അഗ്രസീവ് സ്റ്റേജിൽ എത്തിയപ്പോൾ ഇറ്റ് ലെഡ് ടു കോളനീസ് ആൻഡ് ആഫ്രിക്ക ആൻഡ് ഏഷ്യയും ഒക്കെ എന്ത് ചെയ്തു, കുറെ കോളനീസ് ആയിട്ട് മാറി. ആൻഡ് ഇറ്റ് ഇൻഡാൻസ് കോമ്പറ്റീഷൻ എമംഗ് യൂറോപ്യൻ നാഷൻസ് അല്ലെ, യൂറോപ്യൻ നാഷൻസിൽ തമ്മിൽ തന്നെ എന്ത് സംഭവിച്ചു, കോമ്പറ്റീഷൻ വരാനും ഫൈനലി ഇറ്റ് റിസൾട്ട് ടു World War I. Okay, so this is all about our chapter, the rise of nationalism in Europe. Okay, അപ്പം നമുക്ക് പറയാം നാഷണലിസം എന്ത് ചെയ്തിട്ടുണ്ട്, പീപ്പിളിന് ആ ഒരു ഫ്രീഡം യൂണിറ്റി ഒക്കെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു ഹെയ്റ്റ് ഒക്കെ ആളുകൾക്കിടയിൽ വരുവാണെങ്കിൽ ഇതേപോലെ വേൾഡ് വാർ 1 പോലെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വാറും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൊണ്ടുവരും എന്നുള്ള ഒരു കൺക്ലൂഷൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു തരുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കഥ പോലെ തന്നെ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഇറ്റ് വാസ് എ മോട്ടിവേഷൻ ഫോർ മീ to take more classes for you. Okay, അപ്പം നിങ്ങൾക്ക് ഇനി ഏത് ക്ലാസ് ആണ് വേണ്ടത്, ലൈക്ക് ഏത് ചാപ്റ്റർ ആണ് വേണ്ടത് ഇൻ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ വിത്ത് ദ റിവ്യൂ ഓഫ് ദിസ് ചാപ്റ്റർ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ബൈ ഫ്രം ഐഷ. താങ്ക് യു.